നല്ല ദിവസം ഇന്ന് റോസി അവിടെ വന്നിരിക്കുന്നുണ്ടോ? വേഗം തന്നെ പോണം. ഓ, ഇവന്മാരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരുത്തം നിൽക്കുന്നുണ്ടല്ലോ. അവളെ കാണാൻ വേണ്ടി ഞാൻ ഈ ഒരു മതിലല്ല, ഇതിനപ്പുറം വേണമെങ്കിലും ചാടിക്കിടക്കും. ഇന്ന് ഞാൻ പൊളിക്കും. എന്നാൽ അവിടേക്കുള്ള വഴി എങ്ങനെയാ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം പോവാൻ. എടി ഇമാനുവലെ, ആ സിറ്റൗട്ടിക്കുള്ള വഴി എവിടെയാ? റോക്സി വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? എടാ ആ വഴി പോയാതിട്ടോ. പറഞ്ഞത് കൊറേ പോണല്ലോ. സ്റ്റേറ്റിംഗ് ബോർഡ് ഉള്ളതുകൊണ്ട് വേഗത്തി. അന്ന് റോക്സി ഇവിടെ ഇല്ലല്ലോ. അവൾ എവിടെ പോയി? ഇതാരാ റോക്സിയുടെ ഒപ്പം വരുന്നവൻ? ആരാടാ നീ? ആരാ? ഇതൊക്കെ ആരാ? ജോർജ്, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാടാ. ഈ റോക്സി, നീയൊക്കെ എന്തിനു ഇവരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? ഒറ്റയ്ക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞേ. ഇത് ഇവനൊക്കെ എന്താ ഇവിടെ കേറിയിരിക്കുന്നത്? നീ വന്നിരി, ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്. എല്ലാവരും പോയോ? നീയും പോവാണോ? ഇവിടെ ഇതൊക്കെ ആരാ? റോക്സി, ഞാൻ നിന്നോട് തനിച്ച് വരാൻ പറഞ്ഞത് എനിക്ക് നിന്നോട് കാര്യം പറയാനായിരുന്നു. എടാ പോടാ ഇറങ്ങി. റോക്സി ഇവനോട് എന്നെ തല്ലലും നിവർത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്റെ പിന്നെ പെട കിട്ടി അവൻ ചാവൂട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചു നോക്കറ, കാണാ പിന്നെ എന്ത് ഉണ്ടാവാന്ന്. റോക്സി, അത് പിന്നെ എനിക്ക് നിന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. ജോർജ്, നീ എന്താ പറയുന്നേ? ഇതൊന്നും ശരിയാവില്ല. നീ ഇത് മറന്നേക്ക്. ഇന്ന് ഞാൻ പറയുന്ന വിചാരിച്ചോടാ. എടാ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിരിക്കും. റോക്സി, ശരിയാണോ? എടാ ജയിച്ച ജോർജ്, നീ ജയിച്ചറ. നിനക്കെന്താ വട്ടായി ജോർജ്? വാ, നമുക്ക് ഇതൊന്ന് ആഘോഷിക്കാം. എടാ ജോർജ്, വാ. പയ്യെ പോടി. എടാ നീ വേഗം വാ. ഞാനിവിടുന്ന് ക്രാക്സ് കാണിക്കാം. എടാ വേഗം വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടുകാരോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തും. റോക്സി, ശരിയാണോ കേൾക്കുന്നേ? എത്രയും പെട്ടെന്ന് തന്നെ വീട്ടുകാരോട് പറയാം. തന്നെ പറ ജോർജ്. റോക്സി, വാ, നമുക്ക് ആഘോഷിക്കണ്ടേ? നമുക്ക് ഈ വീല് കയറിയാലോ? വേണ്ട, അന്ന് തന്നെ കയറിയത് ഓർമ്മയില്ലേ? ഞാനിവിടെ വന്നത് ക്രാക്സ് പൊടിയാണ്. റോസി ഇവിടെ ഉണ്ടാവും, ആ ജോർജ് ഇവിടെ ഉണ്ടാവും. ഇവിടെ തന്നെ വെച്ച ജോർജിനെ കൊല്ലണം. രണ്ടുപേരും ഒരു കാരണം വെച്ചാലും ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയരുത്. ജോർജിനെ എന്തായാലും തീർക്കണം. അവൻ എവിടെയാ? സിംഹത്തിന്റെ മടയിലേക്ക് എന്റെ മാൻകുട്ടി വരുന്നുണ്ട്. ജോർജ് ദേ വരുന്നുണ്ടല്ലോ. എന്നോട് യെസ് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ആരാടോ താൻ? വഴി മാറി, ഞാൻ ഒന്ന് അങ്ങോട്ട് പൊക്കോട്ടെ. വഴി മാറാൻ മാത്രം പറയാ നീ ആയോടാ എന്റെ അടുത്ത്? ഇന്നിന്ന് ഇവിടെ കൊല്ലാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നേ. അയ്യോ സാർ, ഞാൻ താങ്കൾ എന്ത് തെറ്റാ ചെയ്തേ? എന്നെ ഒന്ന് വെറുതെ വിടും. വെറുതെ വിടാനോ? എന്റെ റോക്സി, നീ കാരണം എനിക്ക് അവളെ ഒന്ന് നോക്കാനോ ഒന്ന് വർത്താനം പറയാൻ പോലും സാധിക്കുന്നില്ല. റോക്സിയോ? റോക്സിയുടെ കാര്യത്തിൽ തലയിടണ്ട, കൊന്നുകളയും ഞാൻ. നീ എന്നെ കൊല്ലുന്നു? എന്റെ കയ്യിലുള്ളത് എന്താണെന്ന് അറിയോ? ഇത് വഴി തന്നെ നിന്നെ കൊല്ലാനുള്ള വഴി എനിക്ക് അറിയാടാ. സാർ, എന്നെ വെറുതെ വിടും. ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഇത് വെച്ചാ നിന്നെ തീർക്കാൻ പോന്നെ, കണ്ടോടാ. സാർ, എന്നെ രക്ഷിക്കൂ സാർ. സാർ പ്ലീസ് സാർ. രക്ഷിക്കാനോ? ഇവിടെ കിടന്ന് ചാകടാ നീ. ഇത്രയുള്ള പീറച്ചെറുക്കൻ എന്റെ മുന്നിൽ. ഇനി റോക്സി എന്റെ സ്വന്തം. ജോർജ്, എവിടെ പോയി നീ? അയ്യോ എന്റെ ജോർജ്, എടാ നിനക്ക് എന്താ പറ്റി? അയ്യോ, എല്ലാരും ഒന്ന് ഓടി വന്നേ. എടാ ഒന്ന് ഓടി വാടാ. ജോർജ്, എഴുന്നേക്കു ജോർജ്. നമ്മള് സ്വപ്നം കണ്ട നമ്മുടെ കല്യാണം. ജോർജ് എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ജോർജിനെ തീർത്തു. റോക്സി എനിക്ക് സ്വന്തം. പക്ഷെ ഇവന്മാരിവിടെ കിടന്ന് കാണിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. അതിനുശേഷം ഇവന്മാരെ തീർക്കാം. റോക്സി, നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കും. അയ്യോ സാർ, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കാര്യം ആലോചിച്ചിരുന്നത്. ഒറിജിനാലോചിച്ച് വിഷമിച്ചിരിക്കായിരിക്കും അല്ലേ? അതെ സാർ. സാറിന് എങ്ങനെയാ കാര്യം മനസ്സിലായേ? എനിക്കറിയാം റോക്സി, കാരണം എനിക്ക് വേദനകളൊക്കെ മനസ്സിലാവും. എന്നാൽ ഞാനൊരു കാര്യം പറയാം. നിനക്ക് ശരിക്കും ആ ജോർജിനെ ഇഷ്ടമാണെങ്കിൽ നീ അവനെ മറക്കണം. ട്രൈ ചെയ്യാം സാർ, ഞാൻ ട്രൈ ചെയ്യാം. ഡൊണേഷന് ഞാനൊരു 10 ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നുണ്ട്. നന്ദി സാർ, നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. ഓക്കെ റോക്സി, എന്നാ ശരി, ഞാൻ പോകുന്നു കേട്ടോ. നമുക്ക് പിന്നെ കാണാം. പറഞ്ഞത് മറക്കണ്ട റോക്സി.
ഓക്കെ സാർ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവൾക്കറിയില്ലല്ലോ അവളുടെ ജോർജ്